ശബരിമല മാസ്റ്റർ പ്ലാൻ വേഗത്തിൽ നടപ്പാക്കാൻ ഇടപെടലുകൾ ശക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പമ്പയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനമായി. ശബരിമലയിൽ ഇന്നും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ ശബരിമല മാസ്റ്റർ പ്ലാനിൽ വിശദ ചർച്ച നടന്നു. ദേവപ്രശ്നവിധിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ക്ഷേത്രത്തോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ നീക്കം ചെയ്ത് താമസക്കാരെ മാറ്റണമെന്നതടക്കമുള്ളവയ്ക്കായിരുന്നു ചർച്ചയിൽ പ്രാധാന്യം. തന്ത്രി, മേൽശാന്തി എന്നിവരുടെ മുറികൾ, ദേവസ്വം ഓഫീസുകൾ എന്നിവയടക്കം ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടി വരും. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾക്കായി ആർക്കിടെക്ടുമാർ സന്നിധാനത്തെത്തും. വലിയ പദ്ധതിയാണെന്നും ഇടനിലക്കാരില്ലാതെ പദ്ധതികൾക്ക് സ്പോൺസർമാരെ കണ്ടെത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ചില പ്രോജക്റ്റുകൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട സ്പോൺസേഴ്സിനോട്, കോർപ്പറേറ്റ് സ്പോൺസേഴ്സിനോട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസേഴ്സിനോട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ സ്പോൺസേഴ്സിനോട് അവരോടൊക്കെ പറഞ്ഞിട്ട് നേരിട്ട് നമ്മളുമായിട്ട് സംസാരിച്ച് 20 കോടി രൂപ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ, അത് നമുക്ക് നേരിട്ട് ബോർഡുമായിട്ട് സംസാരിക്കാം. ഇടനിലക്കാർ എന്തായാലും ഈ സ്പോൺസർഷിപ്പ് പരിപാടിയിൽ ഇടനിലക്കാരുണ്ടാവുകയില്ല എന്ന് മാത്രം അസന്ദിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പമ്പയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനൊപ്പം കൂടുതൽ പ്രകൃതി സൗഹൃദമാക്കും. നിലയ്ക്കലിൽ കൂടുതൽ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. 27-നാണ് ശബരിമലയിൽ മണ്ഡലപൂജ. വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നും തീർത്ഥാടകർ 80,000 കടന്നു. സ്പോട്ട് ബുക്കിംഗ് വഴിയും 10,000-ലധികം പേരെത്തി. ആചാരത്തിന്റെ ഭാഗമായി മണർകാട് സംഘം അയ്യപ്പന് മുന്നിൽ പണക്കിഴി കാണിക്കയായി സമർപ്പിച്ചു. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.